USS എക്സാം എഴുതാൻ തയ്യാറാവുന്ന എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, മുൻകാല ചോദ്യോത്തരങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഈ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. എല്ലാവരും നോട്ട്ബുക്കിലേക്ക് ചോദ്യോത്തരങ്ങൾ എഴുതിയെടുക്കുക. വിജയാശംസകൾ. പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് ചെയ്തു തുടങ്ങാം. എല്ലാവരും നോട്ട് പുസ്തകം എടുത്ത് ചോദ്യവും ഉത്തരവും വിശദമായി എഴുതി മനസ്സിലാക്കി പഠിച്ചു പോകണം കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, ഈ ചിത്രം വരയ്ക്കുക. ഒരു ചിത്രം സർക്കിൾ വരച്ചിരിക്കുന്നു. അതിലെ ഒരു പാർട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ചോദ്യം എഴുതാം. In the picture, the shaded portion is 4/5 of the circle. Measurement of the angle AOB is dash. അതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ 10 points എന്ന് പറയുന്ന ക്ലാസ്സിൽ പഠിച്ച ഒരു കാര്യമുണ്ടല്ലോ, ആംഗിൾ അറൌണ്ട് എ പോയിന്റ് ഈസ് 360 ഡിഗ്രി എന്ന് പഠിച്ചാണ്. സർക്കിളിലെ ആംഗിൾ 360 ഡിഗ്രി ആണ് എന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം 4/5 ആയിട്ടുള്ള സർക്കിളിന്റെ ഭാഗം. 4/5 ഓഫ് പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് ഷെയ്ഡ്. അപ്പൊ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം എത്ര? ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം, ഷെയ്ഡഡ് പാർട്ട് ഈസ് ഈക്വൽ ടു എത്ര? 4/5 ഓഫ് ദി സർക്കിൾ. ദെൻ അൺഷെയ്ഡഡ് എത്ര? അൺഷെയ്ഡഡ് എന്ന് പറഞ്ഞാൽ ബാക്കി. ടോട്ടൽ എത്രയാ ഉള്ളത്? 1 അല്ലേ ഉള്ളത്? ടോട്ടൽ 1. ഷെയ്ഡഡ് 4/5 ആണെങ്കിൽ ബാക്കി എത്ര? 1/5. എങ്ങനെയാണ്? 1 - 4/5, അതായത് 5/5 - 4/5 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര? 1/5. അപ്പോ 1/5 പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് അൺഷെയ്ഡഡ്. നമുക്ക് കാണേണ്ടത് എന്താണ്? ഫൈൻഡ് ദ ആംഗിൾ AOB ആണ് കാണേണ്ടത്. ഇത് എത്ര ഡിഗ്രി എന്നാണ് കാണേണ്ടത്. അപ്പോ അത് എത്രയുണ്ട്? 1/5 ഓഫ് ദി സർക്കിൾ ഈസ് അൺഷെയ്ഡഡ്. അപ്പൊ 1/5 ഓഫ് സർക്കിൾ നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ 1/5 ഓഫ് സർക്കിൾ കാണാനായിട്ട് എന്ത് ചെയ്യുക? 1/5. Therefore, angle AOB is equal to 1/5 of 360 degree. 1/5 of 360 degree എന്ന് നമുക്ക് കട്ട് ചെയ്യാം. എത്രയാണ്? 72. കണ്ടോ? 7 5s are 35. Then 10 2 5s are. So 72 degree. മനസ്സിലായല്ലോ എങ്ങനെയാണ് ഈ അൺഷെയ്ഡഡ് പാർട്ട് കാണുന്നത്. ഇനി ഇത് തന്നെ മറ്റൊരു രീതിയിൽ നമുക്ക് കാണാട്ടോ. എങ്ങനെ? 4/5 ഓഫ് സർക്കിൾ പാർട്ട് ഈസ് ഷെയ്ഡഡ് എന്ന് പറഞ്ഞു. അപ്പോ ഷെയ്ഡഡ് പാർട്ട് ഈസ് ഈക്വൽ ടു, മറ്റൊരു രീതിയാണ് പറയുന്നത്, ഷെയ്ഡഡ് പാർട്ട് എന്ന് പറയുന്നത് 4/5 ഓഫ് 360 ആണ്. 4/5 ഓഫ് 360 എത്രയാണ്? കട്ട് ചെയ്താൽ 72 കിട്ടുമെന്ന് പറഞ്ഞു. 72 into 4 288. Therefore, angle AOB is equal to, ഷെയ്ഡഡ് പാർട്ട് ഇത് 288 എന്ന് കിട്ടി. 288 ആണ്. അപ്പൊ അൺഷെയ്ഡഡ് പാർട്ട് എത്ര? അതാണ് AOB, ആംഗിൾ AOB. അൺഷെയ്ഡഡ് ഇസ് ഈക്വൽ ടു 360 - 288. 360 നിന്ന് 288 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? നേരത്തെ ഇതുപോലെ തന്നെ 72 ഡിഗ്രി കിട്ടും. അങ്ങനെയും നമുക്ക് ഇത് 72 എന്ന് കണ്ടുപിടിക്കാം. മനസ്സിലായല്ലോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ എഴുതിയാലോ. ക്വസ്റ്റ്യൻ ഈസ് root x by 169 is equal to 36/26. Then x is equal to dash. Find the value of x. നമുക്ക് തന്നിരിക്കുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് x by 169 is equal to 36/26 എന്ന് തന്നിരിക്കുന്നു. ഈ എക്സിന്റെ വാല്യൂ കാണണമെങ്കിൽ ആദ്യം നമുക്ക് ഈ സ്ക്വയർ റൂട്ട് ഓഫ് എന്നുള്ള ആ ചിഹ്നം മാറ്റം. എങ്ങനെയാ മാറ്റുക? മാറ്റാനായിട്ട് നമ്മൾ സ്ക്വയർ ചെയ്താൽ മതി. ഇതിന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ സ്ക്വയർ റൂട്ട് മാറും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ x⁻² ആണ് ഈ റൂട്ട് എക്സ് എന്ന് പറയുന്നത്. സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് എന്ന് പറയുന്നത് x⁻² ആണ്. അപ്പൊ ഈ സ്ക്വയർ റൂട്ട് ഓഫ് എന്നുള്ള പോകണമെങ്കിൽ, അതായത് എക്സ് സിംഗിൾ ആകണമെങ്കിൽ, x⁻1 വരണമെങ്കിൽ എന്ത് ചെയ്യുക? ഇവിടെ × 2 ചെയ്താൽ പോരെ. അപ്പൊ ഇവിടെയും എന്ത് ചെയ്യുക? സ്ക്വയർ ചെയ്യുക. × 2 അപ്പൊ എന്തായി? ഇവിടെ എക്സ് എന്നായി. x = x. അപ്പൊ ഒരു റൂട്ട്, സ്ക്വയർ റൂട്ട് ഓഫ് എന്നുള്ള ചിഹ്നം കളയാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന പരിപാടി എന്താ? സ്ക്വയർ ചെയ്യുക. അപ്പൊ സ്ക്വയർ ചെയ്യുമ്പോൾ ഇവിടെ മാത്രമായിട്ട് സ്ക്വയർ ചെയ്താൽ വാല്യൂവിന് വ്യത്യാസം വന്നു പോകും. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഈക്വലിന് റൈറ്റ് സൈഡിലും സ്ക്വയർ ചെയ്യുക. അപ്പോൾ ടേക്കിംഗ് സ്ക്വയർ ഓൺ ബോത്ത് സൈഡ്സ്. അതാണ് നമ്മൾ ഇവിടെ ഈ റൂട്ട് എന്ന് പറയുന്ന ചിഹ്നം കളയാൻ വേണ്ടി ചെയ്യുന്നത്. എന്ത് ചെയ്തു? ടേക്കിംഗ് സ്ക്വയർ ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് വശങ്ങളിലും സ്ക്വയർ എടുക്കുന്നു. ടേക്കിംഗ് സ്ക്വയർ ഓൺ ബോത്ത് സൈഡ്സ്. അപ്പൊ എന്ത് പറ്റും? റൂട്ട് പോകും. x/169 ഈസ് ഈക്വൽ ടു 36² / 26² എന്നായി. കണ്ടോ? ഇവിടെ റൂട്ട് പോയപ്പോ അവിടെ സ്ക്വയർ ആയി.
ഒന്നുകൂടി എഴുതാം. x/169 is equal to 36 square. 36 സ്ക്വയർ 26 സ്ക്വയർ സ്ക്വയർ നമുക്ക് മനക്കണക്കായിട്ട് ചെയ്യുന്നതിനുള്ള ഒരു ക്ലാസ് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങളത് കാണുക കേട്ടോ. പെട്ടെന്ന് സ്ക്വയർ കാണാൻ 100 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയറുകൾ നമുക്ക് എഴുതി 36 × 36 എന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കാണാൻ ചെയ്യാൻ എളുപ്പം പറഞ്ഞിട്ടുണ്ട്. ആ ക്ലാസ് നിങ്ങൾ കണ്ടാൽ എളുപ്പം മനസ്സിലാവും. അപ്പൊ 36ന്റെ സ്ക്വയർ 1296 എന്ന് കിട്ടും. അതുപോലെ തന്നെ 26ന്റെ സ്ക്വയർ 676 എന്നും കിട്ടും. മനസ്സിലായല്ലോ. അപ്പൊ x/169 is equal to 1296/676 ആണ് എങ്കിൽ എക്സിന്റെ വാല്യൂ കാണാൻ പാടില്ലേ? എക്സിന്റെ വാല്യൂ കാണാനായിട്ട് എന്ത് ചെയ്യണം? x is equal to 1296/676 ബൈ ചെയ്തിരിക്കുന്ന 169 റൈറ്റ് സൈഡിൽ കൊണ്ടുപോയി ഇൻഡു ചെയ്യുക. ഏത് 169നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് ഇവിടെ നിന്ന് എടുത്ത് റൈറ്റ് സൈഡിൽ കൊണ്ടുപോയി 169 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയാമോ? 169ഉം 676ഉം കോമൺ ഫാക്ടർ ഉണ്ടാവും. അവ കട്ട് ചെയ്ത് കളയാൻ നമുക്കിവിടെ 4 ടൈംസ് ആണ്. 4 ഇൻറ്റു, അതായത് 169 × 4 ചെയ്താൽ 676 കിട്ടും. 676 കിട്ടും. പിന്നെ ബാക്കി ഒന്നുണ്ട് 1296/4 മാത്രമേ ഉള്ളൂ. ഇത് ചെയ്താൽ 324 എന്ന ആൻസർ കിട്ടും. സോ വാല്യൂ ഓഫ് x ഈസ് ഈക്വൽ ടു 324. ഇത് പെട്ടെന്ന് ചെയ്യാനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. തേർഡ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി എഴുതിയെടുക്കാം. ലളിത സ്കോർഡ് 60% in an examination and Radish scored 66%. The difference of their score is 12. How much score did Lalitha get? ഇതാണ് ചോദ്യം. ഒരു എക്സാമിന് ലളിതയ്ക്ക് 60% മാർക്ക് കിട്ടി, രതീഷിന് 66% മാർക്ക് കിട്ടി. ഇനി അവരുടെ മാർക്കുകളുടെ വ്യത്യാസം 12 ആണ് എങ്കിൽ ലളിതയ്ക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതാണ് ചോദ്യം. സോ നമുക്ക് രണ്ട് രീതിയിൽ ഇതൊന്ന് പറയാം. ടോട്ടൽ മാർക്ക് x ആണെന്ന് കരുതുക. ലെറ്റ് ദ ടോട്ടൽ മാർക്ക് ബി x. ടോട്ടൽ മാർക്ക് x ആണെന്ന് കരുതുക. ഇതില് ലളിതയ്ക്ക് 60% മാർക്ക് കിട്ടിയെന്നാ പറഞ്ഞു. 60% കിട്ടിയെന്നാ പറഞ്ഞു. അപ്പോ ലളിതാസ് സ്കോർ is equal to 60% of x. ടോട്ടലിന്റെ 60% കിട്ടി. ആൻഡ് രതീഷിന്റെ സ്കോർ എത്ര? 66% ഓഫ് x എന്ന് കിട്ടി. നമ്മള് ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് ഇതൊന്നും എഴുതി ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. അപ്പൊ നമ്മളത് ഡയറക്റ്റ് ആ മെത്തേഡുകൾ പറയുകയാണ്. നിങ്ങൾ ഒരിക്കൽ അത് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇനി ഡിഫറൻസ് ഓഫ് ദെയർ സ്കോർ ഈസ് 12. അതായത് 66% ഓഫ് എക്സിൽ നിന്ന് 60% ഓഫ് എക്സ് കുറച്ചാൽ 12 കിട്ടും. ഇതാണ് പറഞ്ഞിരിക്കുന്നത് അവരുടെ മാർക്കുകളുടെ വ്യത്യാസം. ആ ലളിതയുടെ മാർക്കും രതീഷിന്റെ മാർക്കിന്റെയും ഡിഫറൻസ് വ്യത്യാസം 12 ആണ്. ഇപ്പൊ 66% ഓഫ് എക്സ് മൈനസ് 60% ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 12. 66% എന്ന് വെച്ചാൽ ബൈ 100, ഓഫ് എന്ന് വെച്ചാൽ ഇൻഡു ആണ് എക്സ്, മൈനസ് 60/100 ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു 12. ഓഫ് എന്ന് വെച്ചാൽ മൾട്ടിപ്ലൈ എന്നാണ് അർത്ഥം. ഓഫ് ഇൻറ്റു. ഇനി അടുത്തത് 66x/100 മൈനസ് 60x/100 12 ആണ്. Then 66x/100 മൈനസ് 60x/100 ഈസ് ഈക്വൽ ടു 12 ആയാൽ മൈനസ് ചെയ്യാം. ഡിനോമിനേറ്റർ 100 തന്നെ. 6x ഈസ് ഈക്വൽ ടു 12. therefore x ഈസ് ഈക്വൽ ടു 12. 6/100 റൈറ്റ് സൈഡിലേക്ക് മാറ്റുമ്പോൾ 100/6 എന്നാവും. എത്ര? 2 × 100 200. സോ 200 മാർക്ക് ഈസ് ദ ടോട്ടൽ മാർക്ക്. ടോട്ടൽ 200 മാർക്കുകളുള്ള പരീക്ഷയായിരുന്നു അത്. ടോട്ടൽ 200. അതില് 60% ആണ് ലളിതയ്ക്ക് കിട്ടിയത്. അപ്പോൾ ലളിത എത്ര കിട്ടിയെന്ന ചോദ്യം. ലളിതാസ് സ്കോർ ഇസ് ഈക്വൽ ടു 60% ഓഫ് 200. ഇതാണ് ലളിതയുടെ സ്കോർ. 60% ഓഫ് 200 എന്ന് വെച്ചാൽ എത്ര? 60% ഓഫ് 200 എന്ന് പറഞ്ഞാൽ 60/100 ഇൻറ്റു 200 എത്ര? 120 മാർക്ക്. ഇതാണ് ലളിതയ്ക്ക് കിട്ടിയ മാർക്ക്. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി ഇതൊരു രീതിയിലാണ് പറഞ്ഞത്. നമുക്ക് വളരെ എളുപ്പം ചെയ്യാൻ കേട്ടോ. നമുക്ക് കാൽക്കുലേഷൻ ഒന്നും കൂടാതെ ഇത് ചെയ്യാം. ഡിഫറൻസ് ഓഫ് ദെയർ സ്കോർ ഈസ് 12 എന്ന് പറഞ്ഞാൽ 6% ആണ് 12. ഡിഫറൻസ് എത്രയാ? 66%ന്റെയും 60%ന്റെയും ഡിഫറൻസ് 6%. 6% ഈസ് 12.
ഡയറക്റ്റ് ഒറ്റ വഴിക്ക് നമുക്ക് ഈ എഴുതാവുന്നതാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ദെയർ കോസ് ഈസ് 12 എന്ന് വെച്ചാൽ 66%യും 60%യും ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇത്ര 6%. 6% എന്ന് പറഞ്ഞാൽ 12 ആണ്. നമുക്ക് കാണേണ്ട എത്ര ലളിതയുടെ മാർക്ക് എത്ര 60%. അങ്ങനെയാണെങ്കിൽ 60% എത്ര 6 × 10 ചെയ്ത് ഇവിടെയും × 10 ചെയ്യുക 120. കണ്ടോ, ഡയറക്റ്റ് നമുക്ക് ചെയ്യാം 120. മനസ്സിലായല്ലോ. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. ചോദ്യം ഇതാണ്: Which of the following number is exactly divisible by 99? താഴെ തന്നിട്ടുള്ള 4 സംഖ്യകളിൽ 99 കൊണ്ട് പൂർണ്ണമായിട്ടും ഹരിക്കാവുന്ന സംഖ്യ ഏത് എന്നുള്ളതാണ് ചോദ്യം. ഇത് ഡിവിസിബിലിറ്റി ടെസ്റ്റ് എന്ന് എന്റെ മറ്റൊരു ക്ലാസ്സിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് പരിശോധിക്കുക. അതിനകത്ത് 1 മുതൽ ഉള്ള സംഖ്യകളേക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്ന് അറിയുന്നതിനുള്ള ടെസ്റ്റുകളെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് ഈ ചോദ്യത്തില് ഈസ് ഡിവിസിബിൾ ബൈ 99 എന്ന് പറയും. 99 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഏതാണ്? 99 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ് 99 എന്ന് പറയുന്ന ഫാക്ടറൈസ് ചെയ്ത് 11 × 9 ആണ് 99. 11 × 9. അപ്പോ ഈ സംഖ്യകളെ 11 കൊണ്ടും 9 കൊണ്ടും ഹരിക്കാവുന്ന സംഖ്യ ഏതാണോ അതിനെ that number is divisible by 99. The number which can be divisible by 11 and 9, then that number is divisible by 99. അതാണ് ഇവിടുത്തെ കണ്ടീഷൻ. അപ്പൊ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നറിയുന്നുള്ള ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒന്നിട വിട്ടുള്ള ഓഡ് പ്ലേസുകളിലുള്ള നമ്പേഴ്സിന്റെ സം എടുക്കുക. അതിന്റെ ഡിഫറൻസ് എത്രയായിരിക്കണം? 0 ആയിരിക്കണം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 11 ആയിരിക്കണം. നോക്കുക, ഇവിടെ ഇതില് നോക്കേണ്ട എങ്ങനെയാന്ന് പറഞ്ഞു. 2, 4 പിന്നെ 8 ഇത് പ്ലസ് ചെയ്യുക. 5, 2, 6 ഇത് പ്ലസ് ചെയ്യുക. 4 + 2 6, 6 + 8 14 ആണ്. 5 + 2 7, 7 + 6 13 ആണ്. ഇതിന്റെ ഡിഫറൻസ് 0 അല്ല, മൾട്ടിപ്പിൾ ഓഫ് 11 അല്ല. സോ ദിസ് നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 11. അപ്പോ അടുത്ത് നോക്കുക. 1, 3, 3, 5. 1 + 3 4 + 5 9. Then 3 + 1 4. 4 + 5 9. Difference is 0. So this number is divisible by 11. Condition ഒന്നാമതായി. ഇനി മൾട്ടിപ്പിൾ ഓഫ് 9 ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യും? 9 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് എങ്ങനെ അറിയും? അതിന് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. ഈ നമ്പേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 18 വരും അല്ലെ? ഇതെല്ലാം കൂടി പ്ലസ് ചെയ്യുമ്പോൾ 9, 9, 18 വരും. സോ 18 ഈസ് ഡിവിസിബിൾ ബൈ 9. സോ ദിസ് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ ബോത്ത് 11 and 9. സോ ദിസ് ഈസ് ദ ആൻസർ, ദ നമ്പർ വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 99 എന്ന് പറയുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഫിഗർ ബിലോ AB is parallel to CD. Angle ABE is equal to 120 degree. Angle CD is equal to 140 degree. Find angle EFG. ഇതാണ് ചോദ്യം. പാരലൈൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രോബ്ലം ആണിത്. ഈ ക്വസ്റ്റ്യനില് ആംഗിൾ ABE 120 എന്നും CDE 140 എന്നും തന്നിട്ടുണ്ട്. കൂടാതെ given that AB is parallel to CD എന്നും തന്നിട്ടുണ്ട്. പാരലൈൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവിടെ കുറെ കാര്യങ്ങളുണ്ട്. പാരലൈൻസിനെ ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ, കോഇന്റീരിയർ ആംഗിൾസ്, ഓൾട്ടർനേറ്റ് ആംഗിൾസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ ഈ ചിത്രം കാണുമ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ചെയ്ത് പരിചയിച്ചുണ്ടല്ലോ. ഇവിടുന്ന് നമ്മൾ ഒരു പാരലില് ABക്കും CDക്കും പാരലായിട്ട് മറ്റൊരു ലൈൻ വരയ്ക്കും. ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കും അല്ലെ? ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ വരയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുക? AB പാരലൽ ടു ഈ പുതിയ ലൈൻ PQ ആണെങ്കിൽ, AB പാരലൽ ടു PQ ആണെങ്കിൽ BEP ഇത് കോഇന്റീരിയർ ആംഗിൾസ് ഇത് എത്രയായിരിക്കും? 120 180 നിന്ന് മൈനസ് ചെയ്താൽ കിട്ടുന്ന എത്രയാണോ അതായിരിക്കും 60 ആയിരിക്കും. അതുപോലെ ഇത് എത്രയായിരിക്കും? 180 നിന്ന് 140 മൈനസ് ചെയ്താൽ കിട്ടുന്ന 40 ആയിരിക്കും. കണ്ടോ? അപ്പോൾ നമുക്ക് പറയാം ആംഗിൾ ABE 120 ആണെങ്കിൽ ആംഗിൾ ഏത് PEB എത്ര? 180 മൈനസ് 120 ആയ 60 ആയിരിക്കും. അതുപോലെ തന്നെ ആംഗിൾ PED എന്ന് പറയുന്നത് 180 മൈനസ് 140 ചെയ്താൽ കിട്ടുന്ന 40 ആയിരിക്കും. സോ BED എന്ന് പറയുന്ന ആംഗിൾ എത്രയാണ്? ആംഗിൾ BED ഇപ്പുറം 60 + 40 100 ആവും. അങ്ങനെയാണെങ്കിൽ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഇത് എത്രയാണോ അത് തന്നെയായിരിക്കും ഇവിടെ അല്ലെ? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. രണ്ട് ലൈൻസില് two lines intersect each other, then vertically opposite angles are equal. നമുക്ക് അതാണ് കാണേണ്ടത്. Therefore angle FEG is equal to എത്ര തന്നെ? 100 ഡിഗ്രി തന്നെ. മനസ്സിലായി?
കൂട്ടുകാരെ 6th ക്വസ്റ്റിനിലേക്ക് നമുക്ക് കിടക്കാം. ഇഫ് ദ പെരിമീറ്റർ ഓഫ് എ ട്രയാംഗിൾ ഈസ് 27 സെന്റിമീറ്റർ, വിച്ച് ഓഫ് ദ ലെങ്ത് ബിലോ ക്യാൻ ബി ദ സൈഡ്സ് ഓഫ് ഇറ്റ്. ഒരു ത്രികോണത്തിന്റെ ചുറ്റളവ് 27 സെന്റിമീറ്റർ ആണ്. സം ഓഫ് 3 സൈഡ്സ് ഓഫ് എ ട്രയാംഗിൾ ഈസ് ഇറ്റ്സ് പെരിമീറ്റർ. ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങളും കൂടെ കൂട്ടുമ്പോഴാണ് പെരിമീറ്റർ അഥവാ ചുറ്റളവ് കിട്ടുക. അപ്പോൾ 3 വശങ്ങളും കൂടെ കൂട്ടിയാൽ 27 എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കണം. ഇവിടെ 4 ആൻസേഴ്സ് തന്നിരിക്കുന്നതിൽ 4ഉം 3ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 27 കിട്ടുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ല കണ്ടീഷൻ, പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. ഒരു ട്രയാംഗിളിന്റെ 3 വശങ്ങളുടെ പ്രത്യേകത, ലെങ്ത് ഓഫ് ലോങ്സ്റ്റ് സൈഡ് ഓഫ് എ ട്രയാംഗിൾ ഈസ് ലെസ് ദാൻ ദ സം ഓഫ് അതർ 2 സൈഡ്സ്. ഒരു ത്രികോണത്തിന്റെ ഏറ്റവും നീളം കൂടിയ വശം എന്നത് മറ്റു 2 വശങ്ങളുടെ നീളങ്ങളുടെ തുകയേക്കാൾ ചെറുതായിരിക്കണം. ഇവിടെ ഏറ്റവും നീളം കൂടിയത് 13 ആണ്. ഈ 6 + 8 14 ആണ്. കണ്ടോ, ഇവിടെ നോക്കി, നീളം കൂടിയത് 14 ആണ്, ചെറുത് 9 + 4 എത്ര 13 ആണ്. ഇതിലോ 7 + 5 12 ആണ്, ഏറ്റവും നീളം കൂടിയത് 15 ആണ്. ഇതിനകത്താണെങ്കിൽ ഏറ്റവും നീളം കൂടിയത് 20ഉം 5 + 2 7ഉമാണ്. നമ്മുടെ കണ്ടീഷൻ എന്താണ്? ലെങ്ത് ഓഫ് ലോങ്സ്റ്റ് സൈഡ്, ഏറ്റവും നീളം കൂടിയ വശം എന്ന് പറയുന്നത്, ഇത് എന്ന് പറയുന്നത് മറ്റു 2 വശങ്ങളുടെ തുകയേക്കാൾ ചെറുതായിരിക്കണം. ഇതിനേക്കാൾ ചെറുതായിരിക്കണം, ഇതിനേക്കാൾ ചെറുതായിരിക്കണം ഇത്. അത് ആ കണ്ടീഷൻ വരുന്ന ഇത് മാത്രമല്ലേ ഉള്ളൂ. ഇത് വലുതാണ്, ഇത് വലുതാണ്, ഇതും വലുതാണ്. ഇത് മാത്രമേ ഇതിനേക്കാൾ ചെറുതായിട്ടുള്ളൂ, അതായത് ഇത് മാത്രം. കണ്ടോ, ഇതാണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഇഫ് ഈച്ച് സൈഡ് ഓഫ് എ ക്യൂബ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 100%, ദ പെർസെന്റേജ് ഇൻക്രീസ് ഇൻ വോളിയം ഈസ് ഡാഷ്. ഒരു ക്യൂബിന്റെ വക്കിന്റെ നീളം, വശത്തിന്റെ നീളം 100% ഇരട്ടിയാവുകയാണെങ്കിൽ വ്യാപ്തം എത്ര ശതമാനം വർദ്ധിക്കുമെന്നാണ് ചോദ്യം. ഒരു ക്യൂബിന്റെ സൈഡ് നമ്മൾ എഡ്ജ് എ എന്നെടുത്താൽ, അപ്പോൾ സൈഡ് എ എന്നാണ് എടുക്കുന്നതെങ്കിൽ അതിന്റെ വോളിയം എന്തായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. വോളിയം ഓഫ് എ ക്യൂബ് ഈസ് എ ക്യൂബ് എന്ന് പഠിച്ചിട്ടുള്ളതാണ്. ഇനി ആദ്യം ഒരു കാര്യം പറയട്ടെ, സൈഡ് എ എന്നത് ഇരട്ടിയായാൽ വോളിയം, വ്യാപ്തം എത്ര മടങ്ങാവും എന്ന് പറയാവോ? ഒരു ക്യൂബിന്റെ ഒരു സൈഡ് ഇരട്ടിയായാൽ വ്യാപ്തവും ഇരട്ടിയാവുകയാണോ? തെറ്റിദ്ധരിക്കരുത്, വ്യാപ്തം ഇരട്ടിയാവുകയാണോ? അല്ല. അതായത് സൈഡ് എ ആണ് പുതിയതായിട്ട് മറ്റൊരു ക്യൂബ്, അതിന്റെ സൈഡ് എന്ന് പറഞ്ഞാൽ ഇരട്ടിയാവുമെന്നാണ് പറഞ്ഞത്. ആദ്യത്തെ ക്യൂബിന്റെ സൈഡിന്റെ ഇരട്ടിയാവുന്നു എന്ന് വെച്ചാൽ 2a ആവുന്നു. എങ്കിൽ അതിന്റെ വോളിയം എത്രയാണ്? വോളിയം എന്ന് പറഞ്ഞാൽ സൈഡ് ക്യൂബ് എന്നാ പറഞ്ഞത്, എ ക്യൂബ് എന്നാ പറഞ്ഞത്. ഇവിടെ സൈഡ് 2a ആണ്, 2aയുടെ ക്യൂബ്. 2aയുടെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 2 ക്യൂബ് എ ക്യൂബ് ആണ്. 2 ക്യൂബ് 8 ആണ്, 8a ക്യൂബ് എന്നായി. അപ്പോ വോളിയം എത്ര മടങ്ങായി? ആദ്യത്തിന്റെ വോളിയം എ ക്യൂബ് ആണ്, രണ്ടാമത്തിന്റെ വോളിയം 8a ക്യൂബ് ആണ്. അപ്പൊ എത്ര മടങ്ങായി? 8 മടങ്ങായി, 8 ടൈംസ് ആയി. ആദ്യത്തെ വോളിയത്തിന്റെ 8 മടങ്ങായി. ഇനി നമ്മുടെ ചോദ്യം അങ്ങനെയല്ല. ഇഫ് ഈച്ച് സൈഡ് ഓഫ് എ ക്യൂബ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 100%, ഒരു ക്യൂബിന്റെ ഒരു വക്കിന്റെ നീളം 100% ഇൻക്രീസ് ചെയ്യുന്നു, കൂടുന്നു എന്ന് പറഞ്ഞാലും മീനിങ് ഇത് തന്നെ. കാര്യം 100% കൂടുന്നു എന്ന് പറഞ്ഞാൽ അത്രയും തന്നെ കൂടുന്നു. ഒരു വക്കിന്റെ നീളം എ ആണ്, അതിന്റെ 100% എന്ന് പറഞ്ഞാൽ അത്രയും തന്നെ കൂടുന്നു. അപ്പോ സെക്കൻഡിന്റെ എഡ്ജ് എത്രയാവും? 2a ആവും. അപ്പോൾ സംഗതി ഇത് തന്നെ. ഒരു വക്കിന്റെ നീളം എ ആണ്, 100% കൂടിയാൽ അതിന്റെ അത്രയും തന്നെ കൂടുന്നു എന്ന് വെച്ചാൽ ഇരട്ടിയാവുന്നു, 2a ആണ്. പക്ഷേ ഇൻക്രീസ് ഇൻ വോളിയം, ദ പെർസെന്റേജ് ഇൻക്രീസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോ എ എന്നത് 100% കൂടുമ്പോൾ എത്രയാവും? 2a ആയിട്ട് മാറുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് വോളിയം 8a ക്യൂബ് ആവുന്നു എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ പെർസെന്റേജ്, ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ 800% ആണ് ഇൻക്രീസ് ആവുന്നത്. ആ കാര്യം മനസ്സിലാക്കുക. എ എന്ന് പറയുന്നത് 100% കൂടുക എന്ന് പറഞ്ഞാൽ ഒരു എയും കൂടെ കൂടുന്നു എന്നർത്ഥം. അപ്പോൾ എ ക്യൂബ് എന്ന് പറഞ്ഞാൽ 8a ക്യൂബ് ആകുമ്പോൾ എത്ര കൂടുന്നു? 800% കൂടുന്നു എന്ന കാര്യം മനസ്സിലാക്കുക. 8ാമത്തെ ചോദ്യം ഒന്ന് നോക്കിയേ. The average score of a student in 4 subjects is 90. If the student obtained 95 score in the 5th subject, then the new average is dash. ചോദ്യം, ഒരു കുട്ടിക്ക് 4 വിഷയങ്ങൾക്ക് കിട്ടിയ മാർക്കിന്റെ ആവറേജ്, ശരാശരി എടുത്തപ്പോൾ 90 എന്ന് കിട്ടി. ഇനി അവൻ 5ാമതൊരു വിഷയത്തിന് 95 മാർക്ക് കിട്ടിയെങ്കിൽ ഇപ്പോൾ പുതിയത് 5 വിഷയങ്ങളുണ്ട്, 5 വിഷയങ്ങൾക്കും കൂടിയുള്ള ശരാശരി മാർക്ക് എത്രയെന്നാണ്, ആവറേജ് മാർക്ക് എത്രയെന്നാണ് ചോദ്യം. മനസ്സിലായല്ലോ? അപ്പൊ 4 വിഷയങ്ങളുടെ ആവറേജ് ആണ് എത്ര? 90 എന്ന് പറയുന്നത്. അപ്പോൾ ആവറേജ് ഫോർ 4 സബ്ജക്ട്സ്, ആവറേജ് ഫോർ 4 സബ്ജക്ട്സ് 90 എന്ന് പറഞ്ഞാൽ മീനിങ് സം ഫോർ 4 സബ്ജക്ട്സ്, 4 വിഷയങ്ങളുടെ മാർക്കിന്റെ സം ഡിവൈഡഡ് ബൈ 4 is equal to എത്ര? 90 എന്നർത്ഥം. Therefore sum of marks for 4 subjects is equal to എത്ര? 90 into 4 is equal to
360 എന്നർത്ഥം. അപ്പൊ അവര് 4 വിഷയങ്ങൾക്കും കൂടി 360 മാർക്കാണ് കിട്ടിയത്. ഇനി പുതിയതായിട്ടുള്ള ഒരു വിഷയം, 5ാമത്തെ വിഷയത്തിന് 95 മാർക്ക് കിട്ടി. സോ ന്യൂ സം എന്ന് വെച്ചാൽ സം ഓഫ് മാർക്സ് ഫോർ എത്ര 5 സബ്ജക്ട്സ് എത്രയാവും? ഇനി 5 വിഷയങ്ങൾക്കുള്ള മാർക്കിന്റെ തുക ന്യൂ സം എന്ന് പറയുന്നത് എത്രയാവും എന്ന് പറയാവോ? 360ന്റെ കൂടെ എത്ര 95 കൂടെ കൂട്ടണം. എത്രയാ? 455. ഇതാണ് 5 വിഷയങ്ങളുടെ മാർക്കുകളുടെ തുക. ഇനി നമ്മുടെ ചോദ്യം 5 വിഷയങ്ങളുടെ ആവറേജ് കാണാനാണ്. സോ ആവറേജ് ഫോർ 5 സബ്ജക്ട്സ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? സം ഓഫ് 5 സബ്ജക്ട്സ് 455 ഡിവൈഡഡ് ബൈ എത്ര ചെയ്യണം? 5 ചെയ്യണം. ഇവിടെ ഇപ്പോൾ നമ്പർ ഓഫ് സബ്ജക്ട്സ് 5ആയിട്ട് മാറിയത് കൊണ്ടാണ്. അപ്പൊ എത്ര കിട്ടും? 91 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇതാണ് പുതിയ 5 വിഷയങ്ങളുടെ ആവറേജ്. ഇനി ഇത് ഒരു എളുപ്പ വഴിക്ക് ചെയ്യാം കേട്ടോ. എളുപ്പ വഴിക്ക് ന്യൂ ആവറേജ്, പുതിയ ശരാശരി, ന്യൂ ആവറേജ് എന്ന് പറയുന്നത് നിലവിലുള്ള ശരാശരി പ്ലസ് കൂടിയ മാർക്ക്, കൂടിയ സ്കോർ, ഇൻക്രീസ് ഇൻ സ്കോർ ബൈ ന്യൂ നമ്പർ, പുതിയ എണ്ണം കേട്ടോ. ആ രീതിയിൽ ഇതിന്റെ ആൻസർ ഒന്ന് ഒറ്റയടിക്ക് നിങ്ങൾക്ക് പറയാനുള്ളൂ. ന്യൂ ആവറേജ്, പുതിയ ശരാശരി കാണണമെങ്കിൽ നിലവിലുള്ള ശരാശരി, കറണ്ട് ആവറേജ്, നിലവിലുള്ള ശരാശരി എത്ര? ഇപ്പോഴത്തെ ആവറേജ് 90 ആണ്. 90 പ്ലസ് കൂടിയ സ്കോർ എന്ന് പറഞ്ഞാൽ 90ൽ നിന്ന് 95ലേക്ക് കൂടി 5 മാർക്ക് കൂടി 5 ഡിവൈഡഡ് ബൈ ന്യൂ നമ്പർ. ആദ്യം 4 പേരായിരുന്നു, ഇപ്പോൾ ഒരാൾ കൂടി കൂടിയപ്പോൾ 5 പേരായി. 5/5 90 + 1 91 എന്ന ആൻസർ. മനസ്സിലായല്ലോ? കുറവാണെങ്കിലും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. കുറവാണെങ്കിലും ഇപ്പോൾ ഇത്രയും വിഷയങ്ങൾക്ക് എത്ര ആവറേജ് 90 ആണെന്ന് പറഞ്ഞു. അടുത്ത സബ്ജക്റ്റിന് 95 എന്നുള്ളത് മാറ്റി 75 എന്നാക്കിയാണ്. 75 മാർക്ക് കിട്ടി. എങ്കിൽ പുതിയ ശരാശരി എത്രയെന്ന് കാണണമെങ്കിൽ, ന്യൂ ആവറേജ് കാണണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ. ന്യൂ ആവറേജ് ഈസ് ഈക്വൽ ടു ദ കറണ്ട് ആവറേജ്, നിലവിലുള്ള ശരാശരി, ഇപ്പോഴുള്ള ശരാശരി 90. ഇവിടെ 90ൽ നിന്ന് മാർക്ക് 75ലേക്ക് കുറയുകയല്ലേ ചെയ്തത്, അതുകൊണ്ട് മൈനസ്. ഇനി ഡിഫറൻസ് ഇൻ മാർക്സ് എത്രയാ കുറഞ്ഞത്? 90ൽ നിന്ന് 75ലേക്ക് വന്നപ്പോൾ എത്രയായി? 15 കുറഞ്ഞു. ബൈ ന്യൂ നമ്പർ, പുതിയതായിട്ട് എത്ര പേരായി? 5 പേരായി. 5 മാർക്കുകളായി, 5 സബ്ജക്ട്സ് ആയി. ഈസിക്കൽ ടു 90 - 3, അതായത് 87 എന്ന ആൻസർ കിട്ടും. മനസ്സിലായത്? ഇത് എളുപ്പ വഴിക്ക് നമുക്ക് ഇങ്ങനെ ചെയ്യാം. കൂട്ടുകാരെ, 9ാമത്തെ ചോദ്യം നോക്കാം. എ സ്വിമ്മർ ക്രോസസ് എ റിവർ ഓഫ് വിഡ്ത്ത് 400 മീറ്റർ ഇൻ 5 minutes. ഹിസ് സ്പീഡ് ഇൻ km/h ഈസ് ഡാഷ്. ഇതാണ് ചോദ്യം. ഒരു സ്വിമ്മർ 400 മീറ്റർ വിഡ്ത്തുള്ള ഒരു റിവർ 5 മിനിറ്റ് കൊണ്ട് നീന്തി കടക്കുകയാണ് എങ്കിൽ അദ്ദേഹത്തിന്റെ സ്പീഡ് km/h കാണാനാണ് ചോദ്യം. അപ്പോൾ സ്പീഡ് കാണാനായിട്ട് നമുക്ക് ഫോർമുല ഉണ്ടല്ലോ. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നുള്ളതാണ് സ്പീഡ്. ഇവിടുത്തെ സ്പീഡ് എത്ര? ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് 400 മീറ്റർ ആണ്, ബൈ ടൈം എന്ന് പറയുന്ന 5 മിനിറ്റ് ആണ്. അതായത് 400/5 മീറ്റർ/മിനിറ്റ് എന്നുള്ളതാണ് ഇവിടുത്തെ സ്പീഡ്. മനസ്സിലാവുന്നുണ്ടല്ലോ? സ്പീഡ് കാണുന്നത് എങ്ങനെയാണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. 400 മീറ്റർ ആണ് വിഡ്ത്ത് ഓഫ് ദ റിവർ ഇൻ 5 minutes, 5 മിനിറ്റ് കൊണ്ട് നീന്തി. സോ 400 മീറ്റർ/5 മിനിറ്റ്, ദാറ്റ് ഈസ് 400/5 മീറ്റർ/മിനിറ്റ് എന്ന് പറയുന്നതാണ് ദ സ്പീഡ്. ഇതിനെ നമുക്ക് എന്തിലേക്ക് മാറ്റണമെന്ന ചോദ്യം? km/h മാറ്റാൻ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് മീറ്റർ/മിനിറ്റ്, അതിനെ km/h മാറ്റാനായിട്ട് 3/50 കൊണ്ട് ഇൻറ്റു ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഈസിക്കൽ ടു 400/5 ഇൻറ്റു 3/50 കൊണ്ട് ഇൻറ്റു ചെയ്ത് എന്തിലേക്കാക്കാം? km/h മാറ്റാം എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. 24/5 എന്ന് പറഞ്ഞാൽ 4.8 അല്ലെ? 24 ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ 4.8 എന്ന ആൻസർ കിട്ടും. 4.8 km/h. മനസ്സിലായല്ലോ? 10ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഇൻ ദ എക്സ്പ്രഷൻ 6² × 2⁴ × 3 ഈസ് ഡാഷ്. പലപ്പോഴും പല ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ചോദ്യമാണ്. 6² × 2⁴ × 3 എന്ന് പറയുന്ന ആൾജിബ്രിക് എക്സ്പ്രഷനിലെ ആ സാധനത്തിന്റെ അതിന്റെ ഫാക്ടേഴ്സിന്റെ എണ്ണം എത്രയാണ് ചോദ്യം. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെ പ്രൈം ഫാക്ടേഴ്സിന്റെ പവേഴ്സ് ആക്കി ആദ്യം എഴുതുക. 6 എന്ന് പറയുന്നത് ദാറ്റ് ഇസ് നോട്ട് എ പ്രൈം നമ്പർ. അതുകൊണ്ട് 6നെ നമുക്ക് 2 × 3 എന്ന് എഴുതണം. 6 എന്ന് വെച്ചാൽ
2 into 3 എന്ന് എഴുതി ഹോൾ സ്ക്വയർ ഇൻറ്റു 2 raised to 4 ഇൻറ്റു 3 മീൻസ് 3 raised to 1. ഇങ്ങനെ പ്രൈം ഫാക്ടേഴ്സിന്റെ പവേഴ്സ് ആക്കി ആദ്യം എഴുതുക. അപ്പൊ ഇവിടെ എത്രയുണ്ട്? 2 square ഇൻറ്റു 3 square ഇൻറ്റു 2 raised to 4 ഇൻറ്റു 3 raised to 1 എന്നായില്ലേ? ആയല്ലോ. അതായത് 2 raised to 2 ഇൻറ്റു 2 raised to 4 എത്ര? x raised to m ഇൻറ്റു x raised to n x raised to m പ്ലസ് n 2 plus 4 6 എന്നും അതുപോലെ തന്നെ 2 raised to 6 എന്നും അതുപോലെ തന്നെ 3 raised to 2 into 3 raised to 1 3 raised to 2 into 3 raised to 1 3 raised to 3 എന്നും ഇതിനെ നമുക്ക് പ്രൈം ഫാക്ടേഴ്സിന്റെ എക്സ്പോണൻസ് ആക്കി നമുക്ക് എഴുതാം. അപ്പോ ഇനി പറയാലോ 2 raised to x ന്റെ ഫാക്ടേഴ്സ് ഫോർ 2 raised to 6 എത്ര? 7 എന്നും ഫാക്ടേഴ്സ് ഫോർ 3 raised to 3 raised to 3ക്ക് എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 4. എങ്ങനെയാണെന്നറിയാവോ? 6 plus 1 ആണ് 7, ഇത് 3 plus 1 ആണ് 4. കേട്ടോ? ഇതിന് 2 raised to 6 എന്ന് പറയുന്ന നമ്പർ ഉണ്ടല്ലോ, അതിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്നോ? 6 plus 1 7 ഫാക്ടേഴ്സ്. 3 raised to 3 എന്ന് പറയുന്ന നമ്പറിന് ഈ പവർ എക്സ്പോണന്റ് 3 plus 1 അതായത് 4 ഫാക്ടേഴ്സ് ഉണ്ട്. Therefore നമ്മുടെ ചോദ്യത്തിൽ ഇതില് ടോട്ടൽ ഫാക്ടേഴ്സ് ഈസ് ഈക്വൽ ടു ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 7 into 4 എത്ര? 28 എന്ന് നമുക്ക് ആൻസർ കിട്ടും. 11th ക്വസ്റ്റ്യൻ നോക്കി. വാട്ട് ഈസ് ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് റേഷ്യോ ഓഫ് ലെങ്ത് ടു വിഡ്ത്ത് ഓഫ് ദ റെക്ടാംഗിൾ ഗിവൺ ബിലോ? തന്നിരിക്കുന്ന ചതുരത്തിന്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധത്തിന്റെ ഏറ്റവും ചെറിയ രൂപം എന്ത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ലെങ്ത് ഈസ് ടു ബ്രെഡ്ത്ത് ആണ് കാണേണ്ടത്. ലെങ്ത് ഈസ് ടു വിഡ്ത്ത് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു, ഇവിടെ ലെങ്ത് എത്രയാണ്? 4 മീറ്റർ ആണ്. വിഡ്ത്ത് അല്ലെങ്കിൽ ബ്രെഡ്ത്തോ 50 സെന്റിമീറ്റർ ആണ്. നമ്മൾ ഇതിന് രണ്ടിനെയും ഒരേ യൂണിറ്റിലേക്ക് മാറ്റിയാലേ റേഷ്യോയിൽ എഴുതാൻ പാടുള്ളൂ. റേഷ്യോയിൽ എന്ത് എഴുതുമ്പോഴാണെങ്കിലും രൂപയും പൈസയും ആക്കിയല്ല, രൂപ അല്ലെങ്കിൽ പൈസ. അതുപോലെ മീറ്റർ അല്ലെങ്കിൽ സെന്റിമീറ്റർ ലിറ്റർ ഒരേ യൂണിറ്റിൽ തന്നെ ആയിരിക്കണം റേഷ്യോ എഴുതേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അപ്പൊ 4 മീറ്റർ എന്ന് പറയുന്നത് 400 സെന്റിമീറ്റർ എന്നും 50 അങ്ങനെ തന്നെ ഇരുന്നോട്ടെ സെന്റിമീറ്റർ ആണ്. കണ്ടോ? അപ്പൊ ലെങ്ത് ഈസ് ടു വിഡ്ത്ത് എന്ന് പറയുന്നത് 400 is to 50 എന്ന് വരും. ഇത് സിംപ്ലസ്റ്റ് ഫോം അല്ല. സിംപ്ലസ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ ഇതിനെ കട്ട് ചെയ്ത് കോമൺ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഏറ്റവും ചെറുതാക്കി എഴുതുക എന്നർത്ഥം. അപ്പൊ രണ്ടിനെയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്താക്കാം? 40 is to 5 എന്നാവും. 40 is to 5 എന്നാവും. ഒന്നുകൂടെ കട്ട് ചെയ്യാലോ. 40നെയും 5നെയും എത്ര ഉണ്ട്? 5 കൊണ്ട് കട്ട് ചെയ്ത് എഴുതാം. അപ്പോൾ 8 is to 1 എന്നുള്ളതാണ് സിംപ്ലസ്റ്റ് ഫോം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഒരു ചോദ്യം കൂടെ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ചോദ്യം ഇതാണ്: ഫൈൻഡ് ദ ഹാഫ് ഓഫ് 0.0001. 0.0001ന്റെ പകുതി എത്രയാണെന്നുള്ളതാണ് ചോദ്യം. അപ്പൊ പകുതി കാണാനായിട്ട് എന്ത് ചെയ്യണം? 0.0001ന്റെ പകുതി കാണാൻ by2 ചെയ്താലാണ് പകുതി കിട്ടുക. by2 ചെയ്യുക അല്ലെ? നമുക്കറിയാം 1/2 എത്രയാ? 1/2 എന്ന് പറഞ്ഞാൽ 0.5 അല്ലേ? അപ്പൊ 1/2 എന്ന് പറയുമ്പോൾ തന്നെ ഓൾറെഡി ഒരു ഡെസിമൽ വന്നു, ഒരു ദശാംശ സ്ഥാനം വന്നു. എങ്കിൽ ഇവിടെ ഓൾറെഡി 1 2 3 4 4 ദശാംശ സ്ഥാനങ്ങൾ കിടപ്പുണ്ട്. അത് by2 ചെയ്യുമ്പോൾ എത്ര വരും? ഇവിടെ 1/2 ആയിരുന്നപ്പോൾ ഒരു ഡെസിമൽ വന്നു. എങ്കിൽ ഇവിടെ ഓൾറെഡി 4 ഉണ്ടെങ്കിൽ ഈ 4ഉം ഈ 1ഉം കൂടെ ചേർത്ത് 5 നമ്പേഴ്സ് ആവും. അതായത് 0.0005 ഇവിടെ പോയിന്റ് വരും. 0.00005 എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ. ഇനി ഇത്തരം ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സംശയം വരികയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക. എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ 4 ഓപ്ഷൻ തന്നിട്ടുണ്ടാവുമല്ലോ, ആ ഓപ്ഷനുമായിട്ടൊന്ന് കമ്പയർ ചെയ്തു ഓരോ ആൻസർ ഒന്ന് പെട്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ തന്നിരിക്കുന്നതിൽ ഒന്നാണിത്. ഏത്? 0.00005 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തന്നിരിക്കുന്നത് നാളത്തിൽ. അതിനെ 2 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഇപ്പൊ 2 into 5 10 0. ദെൻ 2 ഇവിടെ ഒരു 1 ആയി. പിന്നെ ഇത് 1 ആയി. ഇങ്ങനെ 1 2 3 സീറോസും കൂടി 1 2 3 സീറോസും കൂടി ഇത്. അപ്പോൾ 0.0001 0.0001 പോയിന്റ് ശേഷം അറ്റത്ത് പിന്നെ 1ന്റെ പ്ലേസിൽ അല്ലെങ്കിൽ 100ന്റെ പ്ലേസിൽ അവിടെ അറ്റത്ത് 0 എന്നല്ല വലിയ വ്യത്യാസം ഇല്ലാന്നറിയാം. അപ്പോൾ 0.0001 ആണ് ഇതിന്റെ ഇരട്ടി, അതായത് ഇതിന്റെ ഹാഫ് ഇതായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സംശയം വരുന്ന ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ ആൻസർ തന്നിരിക്കുന്ന ഓപ്ഷൻ നിങ്ങളുടെ ആൻസർ ആകുമോ എന്ന് പരിശോധിച്ച് നോക്കി നിങ്ങൾക്ക് കണ്ടെത്താം. അപ്പോൾ ഇതോടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.